കേരളത്തെ രണ്ടായി വിഭജിക്കണമെന്ന SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിവാദ പരാമർശത്തിൽ സമസ്തയും ഇടത് വലത് മുന്നണികളും മൗനം തുടരുകയാണ്. അതേസമയം അതിശക്തമായ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. അരുൺ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഈ +1 സീറ്റ് പ്രതിസന്ധി തീർച്ചയായും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്, പ്രതിഷേധിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനെ മറയാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ രണ്ടായി വിഭജിക്കണമെന്നൊക്കെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണല്ലോ ഈ ഒരു ഇങ്ങനെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ വിവേചനം മലബാർ മേഖല ആ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടായി സംസ്ഥാനത്ത് വിഭജിക്കണം എന്ന് പറഞ്ഞത്. സമസ്തയും ഇടത് വലത് മുന്നണികളും എന്തുകൊണ്ട് മിണ്ടാതെ ഇരിക്കുന്നു? അപ്പോൾ തന്നെ BJPയുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? വലിയ വിമർശനമാണല്ലോ BJP ഉന്നയിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണും? ലക്ഷ്മി, അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെയും ഇങ്ങനെ കേരളത്തെ രണ്ടായി വിഭജിക്കണം, മലബാറിനെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കി മാറ്റണമെന്നുള്ള ഒരു വലിയ ഉദ്ദേശം, വലിയൊരു ലക്ഷ്യം ഒരു വിഭാഗം ആളുകൾക്ക് പിന്നിലുണ്ട്. അത് പരസ്യമായും രഹസ്യമായും പല വേദികളിലും അവതരിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ഈ സമയത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ SYSൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു വിവാദമായ പരാമർശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അപകടകരമായ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്യന്തം രണ്ടായി വിഭജിക്കണമെന്നുള്ള ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട്, അത് പൊതുവേദിയിൽ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്താണ് ഈ വിഷയത്തിൽ സമസ്ത ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് സമസ്തയുടെ സ്ഥാപക ദിനം കൂടിയാണ്. എന്തായാലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു യോഗത്തിനെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പരിപാടികളിലെങ്കിലും തങ്ങളുടെ നിലപാട് എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ യുവജന നേതാവിനെ തള്ളാനോ കൊള്ളാനോ ഇതുവരെയും സംസ്ഥാന നേതാക്കൾ തയ്യാറായിട്ടില്ല എന്ന് കൂടി പറയണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതു വിഷയത്തിലും പ്രതികരിക്കുന്ന ഇടത് വലത് മുന്നണികളും ഇത്ര ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്ര വലിയൊരു വിവാദം ഉണ്ടായിട്ട് പോലും ഈ വിഷയത്തെ ഒന്ന് സ്പർശിച്ചു പോലും പോകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒരു ചെറിയ പ്രതികരണം പോലും, ഒരു പത്രക്കുറിപ്പ് പോലും ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. അവർ എന്താണ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്കറിയാം, നേരത്തെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ മലബാറിൻ്റെ മണ്ണിൽ, വടക്കൻ കേരളത്തിൻ്റെ മണ്ണിലെല്ലാം തന്നെ ഇടതും വലതും മുന്നണികൾ പയറ്റിയിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇടത് വലത് മുന്നണികൾ പോയിട്ടില്ല. അതിനിടയിലാണ് BJP ഈ വിഷയത്തെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുമെന്നുള്ള കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് BJP നേതാക്കളും സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും അതിൽ ഇവർ മലബാറിനെ മുന്നോട്ട് ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വലിയ രീതിയിലുള്ള ഒരു അനീതി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ്. ഇത് ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും കാര്യമായ രീതിയിലുള്ള ഒരു നടപടികളോ അല്ലെങ്കിൽ ഒരു വികസന പദ്ധതികളോ മലബാറിലേക്ക് എത്തുന്നില്ല. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മലബാറിനെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റണം, അങ്ങനെ ഒരു സംസ്ഥാനമാക്കി മാറ്റിയാൽ എന്താണ് കുഴപ്പമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇദ്ദേഹം ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരാമർശം വലിയ രാഷ്ട്രീയ വിവാദമായിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂടേറിയ ചർച്ചയായി തന്നെ മാറുകയും ചെയ്യും. ഈ വിഷയത്തിലെ ഇടത് വലത് മുന്നണികളുടെ നിലപാടാണ് ഇനി ഏറ്റവും പ്രസക്തം. ലക്ഷ്മി.